കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് നവ്യനെ തകർക്കാനായിട്ട് നിർമ്മലെ വെച്ചിട്ട് വീണ്ടും പുതിയ പ്ലാനുകളൊക്കെ അഭി തയ്യാറാക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും നന്ദുവിനെ കാണാതെ അല്ലെങ്കിൽ നന്ദു ഫോൺ വിളിച്ചിട്ട് എടുക്കാതെ വന്നു കഴിഞ്ഞപ്പോ നന്ദുവിനെ അന്വേഷിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. നന്ദുവിന്റെ അരിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ കണ്ടു മുത്തശ്ശന്റെ അസുഖത്തെക്കുറിച്ച് എല്ലാവർക്കും ഭയങ്കര ഉത്കണ്ഠ ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ വന്നതിന് പോയതിനു ശേഷം മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ തന്റെ വേദനകളും വിഷമങ്ങളും എല്ലാം മുത്തശ്ശിയോട് പറയുന്നുണ്ട്. അപ്പൊ വസന്തന് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, എനിക്ക് ആകെപ്പാടെ ഒരു വേദനയുള്ളൂ, അത് നയനയുടെ ആദർശിന്റെ കാര്യം ഓർത്തിട്ടാ. അവർ നല്ലപടി ജീവിച്ചെന്ന് കാണണം, അതിനുശേഷം എനിക്ക് കണ്ണടച്ചാലും കുഴപ്പമില്ലെന്ന് പറയാണ്. ഇത് കേട്ടോണ്ട് അങ്ങോട്ട് ആദർശ് വന്നു. ആദർശ് കേട്ടു മുത്തശ്ശിയോട് പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശിന് മനസ്സിലായി താൻ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന നയനയോട് സ്നേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുക. മുത്തശ്ശൻ അത് എന്തെങ്കിലും തിരിച്ചറിയും. പക്ഷെ മുത്തശ്ശന്റെ ആരോഗ്യമാണ് ഇപ്പൊ വലുത്, സ്നേഹം അഭിനയിച്ചേ പറ്റുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആദർശം അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് നയനെ അങ്ങോട്ട് വന്നു. നയനയും കേട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നയനയ്ക്ക് ഇത് കേട്ടാൽ വല്ലാത്തൊരു സങ്കടമൊക്കെ വരുന്നുണ്ട്. തന്നെ ഇത്രമാത്രം മുത്തശ്ശി സ്നേഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ താന് മുത്തശ്ശി അതുപോലെ കെയർ ചെയ്യുന്നോണ്ടായിരിക്കാം അവർ തന്നെ സ്നേഹിക്കുന്നത്. പക്ഷെ തന്റെ ജീവിതം എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. ആദർശാണ് ഇന്ന് വരെ തന്നോട് മര്യാദയ്ക്കൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല ആ പ്രശ്നത്തിന് ശേഷം. പക്ഷെ ആരോടും പരാതി പറഞ്ഞുകൊണ്ട് ചെല്ലാൻ പറ്റില്ല. തന്റെ ഭാഗത്താണ് തെറ്റുള്ളത്. അങ്ങനെയാണ് നയന ഉറച്ചു വിശ്വസിക്കുന്നത്. ഇങ്ങനെ ആ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവേനി വന്നു. ദേവേനി കേട്ടു അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ. അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുന്ന കണ്ടിട്ട് എനിക്ക് മരിച്ചാലും മതി എന്നൊക്കെ പറയണേ. പക്ഷെ ദേവേനിക്ക് അതും കൂടി ഇഷ്ടപ്പെട്ടില്ല. ദേവേനി എന്ത് ചെയ്യുവാണ്, നയനെ വിളിച്ച് മാറ്റിയിരുത്തി അങ്ങ് കൊണ്ടുപോകണം. നീ സന്തോഷിച്ചോ, ഈ സ്നേഹമൊക്കെ ഉണ്ട്, നീ അങ്ങ് സന്തോഷിച്ചോ. ഇതൊക്കെ കേട്ടിട്ട് ആദർശ് നിന്നെ സ്നേഹിക്കുന്ന കരുതിയായിരിക്കും നീ ഇവിടെ നിൽക്കുന്നില്ലേ. ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. എന്റെ മോനുണ്ടല്ലോ നിന്നോട് ഇപ്പൊ ഇത്രയെങ്കിലും സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി മാത്രമാ. മുത്തശ്ശന്റെ ജീവൻ അപകടത്തിലാകാതിരിക്കാൻ വേണ്ടി മാത്രമാ. അല്ല നിന്നോട് ഒരു സ്നേഹവും ഇല്ല. മുത്തശ്ശന്റെ കാലശേഷം കണ്ടോ അവൻ നിന്നെ ഉപേക്ഷിക്കും, അത് ഉറപ്പായിട്ടുള്ള കാര്യം. അത് മാത്രമല്ല ഇന്ന് വരെ നിന്നെ ഒരു മരുമകളായിട്ട് കാണാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. അതെങ്ങനെ സാധിക്കുന്നറ, നീ നിന്റെ ചേച്ചിയും കൂടെ അവിടെ കാണിച്ചു കൂട്ടുന്ന അങ്ങനത്തെ പരിപാടികളൊക്കെ അല്ലേ. പിന്നെ എനിക്ക് ഒരിക്കലും നിന്നെ അംഗീകരിക്കാൻ സാധിക്കില്ല. എനിക്കെന്നല്ല ആദർശിനെ അംഗീകരിക്കാൻ കഴിയില്ല. ഇനിയിപ്പോ ആദർശ് നിന്നോട് ഇത്രയെങ്കിലും സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ മുത്തശ്ശന്റെ ജീവന് വേണ്ടി മാത്രമായിരിക്കും എന്ന് പറയണം. നീ അത് കണ്ട് സന്തോഷിക്കൊന്നും വേണ്ട, നല്ലൊരു ജീവിതം കിട്ടിയെന്ന് ഓർത്ത് ആഹ്ലാദിക്കാൻ വേണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ഇനിയിപ്പോ നയന പറഞ്ഞു, എനിക്കറിയാമേ, അല്ലെങ്കിൽ ഞാൻ കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആദർശന്റെ അരിയുന്നോ അമ്മയുടെ അരിയുന്നോ ഞാൻ കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റെന്താന്ന്. അതിനുള്ള ശിക്ഷ എനിക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അത് അനുഭവിച്ചുകൊണ്ടിരിക്കണേ. ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത് പോലും മുത്തശ്ശിന് വേണ്ടി മാത്രമാണെന്ന് പറയണം. ഇത് കേട്ടപ്പോ ദേവേനെ പറഞ്ഞു, അച്ഛനുള്ളതുകൊണ്ട് മാത്രം ഇവിടെ നിൽക്കുന്നു അല്ലേ, എന്നെ നീ ഇവിടുന്ന് പടി കടന്ന് പോകേണ്ടവളാ. നീ നിന്റെ ചേച്ചി അച്ഛന്റെ ജീവനും വേണ്ടി മാത്രമാണ് നിന്നിവിടെ ഞങ്ങൾ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനെ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. നയനിക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. നയനിക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നി. താൻ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും ഇത്രയൊക്കെ മനസ്സ് തുറന്ന് കാണിച്ചിട്ടും ഇവർക്ക് ആർക്കും തന്നെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ലോ. താൻ ആ തെറ്റ് ചെയ്ത് എന്തുകൊണ്ടാണ് പല ആവർത്തി ഇവരോടും എല്ലാം തുറന്നു പറഞ്ഞ. പക്ഷെ അമ്മയ്ക്കോ ആദർശാണോ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് ജാനകി അങ്ങോട്ട് വരുന്നത്. ജാനകി വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി നയനമോളെ, എന്താ പ്രശ്നം, എന്ത് മുഖം വല്ലാതിരിക്കുന്ന എന്താന്ന് ചോദിക്കണം. ഒന്നുമില്ല, എന്തോ കാര്യമുണ്ട്, എന്താണെങ്കിലും എന്നോട് തുറന്നു പറ. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമായിരുന്നു. ഞാനൊരു തെറ്റ് ചെയ്തു പോയി ചെറിയമ്മ. പക്ഷെ അതിന്റെ പേരിൽ ഇപ്പോഴും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് ആദർശാണ് സാധിക്കുന്നില്ലല്ലോ. ഞാൻ ഇനി എന്ത് ചെയ്യും? മുത്തശ്ശൻ ഉള്ളതുകൊണ്ട് മാത്രം ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശന് വിഷമോ, അതിന്റെ പേരിൽ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തീരാ വേദനയായിരിക്കും. അതുകൊണ്ട് മാത്രം ഞാനിവിടെ നിൽക്കുന്നത്. എനിക്കിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത വല്ലാത്തൊരു അവസ്ഥയിലാണെന്ന് പറയാ. ഇത് കേട്ട് ജാനകി, സാരമില്ല, അതൊക്കെ പോട്ടെ, എല്ലാം ശരിയാവുന്ന ഒരു ദിവസം വരും. നിന്റെ നന്മ ഇവിടെ എല്ലാവരും തിരിച്ചറിയുന്ന ഒരു നിമിഷം വരും. നിന്റെ ഭർത്താവും അമ്മായിമ്മേ എല്ലാവരും മനസ്സിലാകുമെന്ന് പറയാ. ഇത് കേട്ടപ്പോൾ നേരെ പറഞ്ഞേ, അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും എനിക്കില്ല. ഉണ്ടായിരുന്നു കുറച്ചാൾ മുമ്പ് വരെ വളരെ സ്നേഹത്തോടു കൂടിയായിരുന്നു ആദർശേട്ടൻ എന്നെ കരുതിയിരുന്നത്. പക്ഷേങ്കിൽ നവ്യേച്ചിരി ആ പ്രശ്നത്തോടു കൂടി എല്ലാം തകടം പറഞ്ഞില്ലേ. ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിലാ. എന്ത് ചെയ്യണമെന്നൊന്നും പറഞ്ഞതാ. ഇതൊന്നും സാരമില്ലെന്നേ, ഇതൊക്കെ ശരിയാവുമെന്ന് പറയാണ്. ഇത് കേട്ടോണ്ട് ആദർശം അങ്ങോട്ട് വന്നെ. ആദർശം കേട്ടു നയന പറയുന്ന കാര്യങ്ങൾ. പിന്നീട് നയന പറഞ്ഞു, ഞാൻ എത്ര കാലം വേണ്ട ഇങ്ങനെ ഇവിടെ പിടിച്ചു വയ്ക്കും. എന്നെ ആരും സ്നേഹിച്ചില്ലേലും വേണ്ടുവല്ല.
കുറ്റപ്പെടുത്തിയാലും കുഴപ്പമില്ല, അതല്ല എൻ്റെ മുത്തശ്ശൻ്റെ ജീവന് വേണ്ടിയിട്ടാ. പക്ഷെ മുത്തശ്ശൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. പിന്നെ ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല എന്ന് പറയണം. ജാനു പറഞ്ഞേ അങ്ങനെയൊന്നും പറയല്ല, അതിൻ്റെ ആവശ്യമില്ല. ആദർശം മനസ്സിലാക്കും എല്ലാവരുടെയും ഒരു ദിവസം നയനയുടെ സ്നേഹവും നന്മയൊക്കെ മനസ്സിലാക്കും എന്ന് പറയാണ്. അങ്ങനെ നയനെ ആശ്വസിപ്പിക്കുക. പക്ഷേ ഈ ആശ്വാസവാക്കുകളൊന്നും നയനയുടെ മനസ്സിന് തണുപ്പിച്ചില്ല. കാരണം നയനയ്ക്കറിയാം ഒരിക്കലും നടക്കാൻ പോകാത്ത കാര്യത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ മുത്തശ്ശൻ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കും. അമ്മ ആദർശനും കൂടെ. ആദർശന്റെ മനസ്സിൽ തനിക്ക് ഒരിക്കലും ഒരു സ്ഥാനം ഉണ്ടാവില്ല. കാരണം അമ്മയെ പേടിച്ചിട്ട് ആദർശനം തന്നെ സ്നേഹിക്കില്ലെന്ന് നയനയ്ക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ഈ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭി നല്ലൊരു ഉറച്ച തീരുമാനത്തിലായിരുന്നു. അഭി നിർമ്മലിനെ കൊണ്ട് നവ്യനെ വിളിപ്പിക്കുകയാണ്. അപ്പൊ അഭിയുടെ ഫോണിനകത്ത് ക്യാമറ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. മുറിയിലൊരു ക്യാമറ കൊണ്ടു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്തെ വീഡിയോസ് എല്ലാം കാണാൻ പറ്റും, നവ്യ എന്തെടുക്കുന്നു എല്ലാ കാര്യങ്ങളും. അങ്ങനെ നിർമ്മലിനെ കൊണ്ട് വിളിപ്പിക്കുകയാണ്. അപ്പൊ നിർമ്മല് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ നവ്യയുടെ മുഖഭാവം ഒക്കെ ഫോണിൽ കൂടെ അഭി കാണുകയാണ്. എനിക്ക് നിന്നെ കാണണം എന്നൊക്കെ പറയാണ് നിർമ്മല് വിളിച്ചിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നവ്യ ദേഷ്യപ്പെട്ട് എന്ത് ചെയ്യാണ്, ഫോൺ അങ്ങോട്ട് ബെഡിലേക്ക് അങ്ങോട്ട് വലിച്ചെറിയുന്നുണ്ട്. അവന് കാണണം പോലും. അവൻ എന്തിന്റെ കേടാ വെച്ചിട്ടുണ്ട് ഞാൻ, തന്റെ ജീവിതം തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം. അങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേനും ഫോണിലേക്ക് ഒരു മെസ്സേജ് വരിക. നോക്കി കഴിയുമ്പോൾ താനും അവനും കൂടെ അടുത്തടുത്ത് മുട്ടി ഒരുമി നിൽക്കുന്ന കുറച്ച് ഫോട്ടോസൊക്കെ. ഇത് മനഃപൂർവ്വം അവൻ മോർഫ് ചെയ്ത് എഡിറ്റ് ചെയ്തിരിക്കുന്ന. ഇനി എന്ത് ചെയ്യും? തനിക്ക് എങ്ങനെയാ കുരിക്കുന്നത് രക്ഷപ്പെടാൻ പറ്റും? ഇപ്പൊ താൻ ഈ കാര്യങ്ങൾ ഇവിടെ ആരുടെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വിശ്വസിക്കില്ല. താൻ കള്ളത്തരം പറയുന്നതെന്നേ പറയുള്ളൂ. വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് കള്ളത്തരം പറഞ്ഞതിന്റെ പേരിൽ ആ പ്രശ്നങ്ങൾ ഇപ്പോഴും ഒതുങ്ങിയിട്ടില്ല. ഇനിയിപ്പൊ ആരോട് ഇതൊക്കെ തുറന്നു പറയും എന്നോർത്ത് നവ്യ ഇങ്ങനെ വട്ടം ചുറ്റുന്ന സമയത്ത് അഭി ഇതെല്ലാം ഫോണിൽ കൂടെ കാണുന്നുണ്ടായിരുന്നു. നീ എവിടെ ഇരിക്കടി, നിനക്കിട്ടുള്ള പണി ഇനിയും പുറകെ വരുന്നുണ്ട്. നിന്നെ ആ അനന്തപുരിയിൽ ഞാൻ ഉടനടി പുറത്തേ ആയിരിക്കും. നിനക്ക് ഞാൻ ഡിവോഴ്സ് എന്നിട്ട് ഞാൻ വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. ഈ അഭി ആരാ നീ മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ. ഇത് വെറും ടെസ്റ്റ് ഡോസ് മാത്രമാണ്. ഇനി ഇതിനേക്കാളും വലുത് പുറകെ വരുന്നുള്ളൂ. ഈ വീട്ടിലുള്ളവരെല്ലാം നിന്നെ വെറുത്ത് നിന്നെ ആദ്യം പുറത്തേടിക്കും. പിന്നെ നിന്റെ അനിയത്തിനെ ഇവിടുന്ന് പുറത്തേടിക്കാൻ എളുപ്പമല്ലേ? ഈ അഭിയോടെ നിന്റെ കളിന്നൊക്കെ അഭി മനസ്സിൽ പറയായിരുന്നു. ഈ സമയം ഭ്രാന്ത് പിടിച്ച പോലെ നവ്യ മുറിയിൽ കൂടെ നടക്കുക. നവ്യക്ക് എന്ത് ചെയ്യണമെന്ന് ഒരൈഡിയയും കിട്ടുന്നില്ലായിരുന്നു. പിന്നീട് കാണിക്കുന്നേ നന്ദു ഇങ്ങനെ ഹാളിൽ വന്നിരിക്കുന്ന സമയത്ത് ഗോവിന്ദൻ നന്ദുവിനെ നോക്കുന്നുണ്ട്. ഈ സമയത്താണ് അങ്ങോട്ട് കനക വരുന്നത്. കനക അവിടെ ഒന്ന് അടിച്ചെല്ലാം വാരി വൃത്തിയാക്കുവാണ്. ഈ സമയത്ത് പതുക്കെ നന്ദുവിനെ നോക്കി കഴിഞ്ഞപ്പോൾ നന്ദുവിലൊരു ഭാവവ്യത്യാസമല്ല. നന്ദു ചുമ്മാ കൂടെ ഇങ്ങനെ ഇരിക്കുവാണ്. ഒന്നും മിണ്ടുന്നുമില്ല, പറയുന്നില്ല. അപ്പൊ ഗോവിന്ദന് നന്ദുവിനെ നോക്കണം. അപ്പൊ കനക കണ്ണും കൊണ്ട് കാണിക്കും എന്തേലും ഒന്നും മിണ്ട്, നന്ദുവിനോട് എന്തോന്നും സംസാരിക്കാനായിട്ട് പറയാണ്. ഈ സമയത്ത് നന്ദുവിന് ഫോൺ ബെല്ലടിച്ചേ. നോക്കിയപ്പോൾ അനിയെ വിളിച്ചോണ്ടിരിക്കണേ. പെട്ടെന്ന് എന്തിയോടാ ഫോൺ അങ്ങ് സൈലന്റ് ആക്കുക. ആരെ മോളെ വിളിച്ചെന്ന് കനക ചോദിക്കുക. അനി അമ്മയെന്ന് പറയാണ്. അപ്പൊ നന്ദു സൈലന്റ് ആക്കിയിട്ട് നോക്കുന്നത് നേരെ അനിയുടെ മുഖത്തേക്കായിരുന്നു. കാരണം നന്ദു വിളിച്ചിട്ട് കോൾ എടുക്കാതെ വന്നിപ്പോ അനി വീട്ടിലേക്ക് വന്ന അതൊട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല അനി വീട്ടിലേക്ക് വരുമെന്നൊന്നും. അങ്ങനെ അനിയെ കണ്ടു കഴിഞ്ഞ് പിന്നെ നന്ദുവിന് എന്ത് ചെയ്യണം, നന്ദു പെട്ടെന്ന് ചാടിയും കൊണ്ട് എഴുന്നേക്കുക. അപ്പൊ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കുന്നല്ലേ? എന്റെ കോള് കണ്ടിട്ട് നീ എടുക്കായിരുന്നല്ലേ? സൈലന്റ് ആക്കി വെച്ചാ നീ വിളിച്ചാ കോൾ എടുക്കുമെന്ന് അറിയാൻ വേണ്ടാ ഇവിടെ വന്നിട്ട് ഞാൻ വിളിച്ചത്. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, എന്നെ മനഃപൂർവ്വം നീ ഒഴിവാക്കാൻ ശ്രമിക്കുവാന്ന്. നീ എന്താ നന്ദു ഫോൺ എടുക്കാത്തെ? എത്ര വട്ടം നിന്നെ ഞാൻ വിളിച്ചെന്നറിയാവോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കനയെ ഗോവിന്ദനൊക്കെ അനിയുടെ നന്ദുവിന്റെ മുഖത്തേക്ക് നോന്നു. നന്ദുവാണ് ഇപ്പൊ കരയുന്ന മട്ടിലാണ് നന്ദു ഇരിക്കുന്നത്. നന്ദുവിന് വല്ലാത്തൊരു വിഷമാ ഈ സമയത്ത്. പെട്ടെന്ന് അനി പറഞ്ഞു, കേട്ടോ ആന്റി, ഞാൻ എത്ര വട്ടം വിളിച്ചെന്നറിയോ ഇവളെ? ഇതുവരെയായിട്ട് ഇവള് കോൾ എടുത്തില്ല. എന്നോട് എന്തേലും ദേഷ്യമുണ്ടെങ്കിൽ അവൾക്ക് പറയാൻ മേലേ? അവള് കോൾ എടുക്കുന്നുമില്ല, ഒന്നും പറയുന്നില്ല. ഒരു വോയിസ് മെസ്സേജ് അയച്ചാൽ പോലും അതിന് പോലും റിപ്ലൈ തരുന്നില്ല. എന്റെ കല്യാണക്കാരി ഏകദേശം ഉറപ്പിച്ച മട്ട. എനിക്ക് ഇവളോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇവളെ വിളിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇവള് കോളൊന്നും എടുക്കണ്ടേ, അന്നല്ല എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. അല്ല പിന്നെ നന്ദു ചിലപ്പോൾ അവൾക്ക് സുഖമില്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് പറയണം. വേണ്ട, ആന്റി സപ്പോർട്ട് ചെയ്യേണ്ട നന്ദുവിനെന്ന് പറയണം. നന്ദുവിനെ അടിച്ചു. നീ എന്താ എന്റെ കോൾ എടുക്കാത്തെ? എന്നോട് ദേഷ്യമാണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടുമ്പോൾ നന്ദു ഒന്നും മിണ്ടിയില്ല. സത്യം പറഞ്ഞു നന്ദു, നിന്റെ മനസ്സിൽ എന്താ? എനിക്ക് എന്താന്ന് അറിയണം, അല്ലാതെ ഞാൻ പോകത്തില്ലെന്ന് പറയാണ്. ഈ സമയത്താണ് അനാമിക അയാളോടെ പോകുന്നത്. അപ്പൊ അനാമിക നോക്കിയപ്പോഴത്തേന് അനിയുടെ കാറ് കിടക്കും. ആഹാ കൊള്ളാലോ, ഇവനെന്താ ഇവിടെ കിടക്കണേന്ന് നിർത്തേണ്ട നേരെ വിളിക്കുവാണ്, ഫോണിലേക്ക് വിളിക്കുവാണ്. പക്ഷേങ്കില് കോൾ എടുത്തില്ല. ഇവനെന്താ കോൾ എടുക്കാത്തെ? ഈ സമയത്ത് നന്ദുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കോള് കട്ട് ചെയ്ത് വിടും. അനി കോൾ എടുത്തില്ല. അനാമിക എന്ത് ചെയ്യുവാണ്, നേരെ അങ്ങോട്ട് കയറി വരുവാണ്. അങ്ങോട്ട് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച നന്ദുവിന്റെ അടുത്തിരിക്കുന്ന അനിയാണ്. ഈ കാഴ്ച കണ്ടു അനാമിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. അനാമിക പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്നു കഴിയുമ്പോഴത്തേനും നന്ദു അനി ഞെട്ടി എഴുന്നേൽക്കും. അപ്പൊ ഗോവിന്ദനും കനക എല്ലാവർക്കും ഒരു അന്താളിപ്പുണ്ടായി. അനാമിക ആ സമയത്ത് അങ്ങോട്ട് വരുമെന്ന് അവരാരും പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല.
അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനി അനാമിക വന്നിട്ട് ഇനിയിപ്പം നന്ദുവിനോടും അനിയോടും എന്താ പറയാൻ പോകുന്നത് നമുക്കറിയില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഇതിന് ഫുൾ വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരും കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം, നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.